ഈ രണ്ട് പേര് ആളുകളെ പറ്റിച്ചുകൊണ്ട് 4 വർഷത്തിൽ കോടികളാണ് ഉണ്ടാക്കിയത്. അതായത് വലിയ ബംഗ്ലാവ്, ഒരുപാടധികം കാറുകൾ, കോടികളുടെ ബാങ്ക് ബാലൻസ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ റിച്ച് ആയിട്ടുള്ള, വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലായിരുന്നു ഇവർ ജീവിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ ആരാണ് ആ രണ്ട് പേർ? എങ്ങനെയാണ് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്? എന്തൊക്കെയാണ് അവർ ചെയ്തു കൂട്ടിയത്? എങ്ങനെയാണ് ഇത്രയധികം പണം സമ്പാദിച്ചത്? അതുപോലെ തന്നെ അവസാനം എങ്ങനെയാണ് ഇവർ പോലീസിന്റെ കൈകളിലെത്തിയത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. ഒഡീഷയിലെ കലാകുന്തി ഏരിയയിൽ കെന്തുഗുഡ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അർച്ചന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി താമസിച്ചിരുന്നത്. അവരുടെ ഫാമിലിയുടെ കാര്യം നോക്കാന്നുണ്ടെങ്കിൽ വളരെ പാവപ്പെട്ട ഒരു ഫാമിലി ആയിരുന്നു. അർച്ചനയായിരുന്നു ആ ഫാമിലിയിലത്തെ മൂത്ത പെൺകുട്ടി. അപ്പോൾ ഇവർക്ക് താഴെ 2 പേരുണ്ടായിരുന്നു, ഒരു അനിയനും ഒരു അനിയത്തിയും. അർച്ചനയുടെ ഫാമിലിയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ അച്ഛൻ മരിച്ചു പോവുകയാണ്. അതിനുശേഷം അമ്മ ഒറ്റക്കായിരുന്നു ഇവരെ 3 പേരെ നോക്കി വളർത്തി വലുതാക്കിയത്. ആ അമ്മ ഒരുപാടധികം കഷ്ടപ്പെട്ടു, മക്കളെ പഠിപ്പിച്ചു. അർച്ചന അങ്ങനെ സ്കൂളിങ്ങും കോളേജും ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം ജോലിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രൈ ചെയ്യാണ്. അർച്ചനയ്ക്ക് ചെറുപ്പത്തിലേ തുടങ്ങിയിട്ട് ഒരേ ഒരു മോട്ടീവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണം എന്നുള്ളത്. അതായത് ഈ ദാരിദ്ര്യം പിടിച്ച ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ഒരുപാടധികം പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു അർച്ചനയുടെ മനസ്സിൽ. അങ്ങനെ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു സെക്യൂരിറ്റി ഫേമിൽ അർച്ചനയ്ക്ക് ജോലി ലഭിക്കുകയായിരുന്നു. ജോയിൻ ചെയ്തു. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അവിടുത്തെ മുതലാളിയുടെ കണ്ണ് അർച്ചനയുടെ മേൽ പതിയുന്നത്. അപ്പോൾ ആള് അർച്ചനയെ തൻ്റെ വരുതിയിലാക്കാനായിട്ട് ശ്രമിച്ചു. അർച്ചനയെ പ്രപ്പോസ് ചെയ്തു, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തു. അയാൾ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അർച്ചന കാണുന്നുണ്ടെങ്കിൽ ആളെ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല, മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. എന്നാലും ആളുടെ ശല്യം അങ്ങ് നിൽക്കുന്നുണ്ടായിരുന്നില്ല. ആള് നിരന്തരമായിട്ട് ആ ഒരു പെൺകുട്ടിയെ ശല്യപ്പെടുത്തുകയായിരുന്നു. ലാസ്റ്റ് ആ ഒരു ജോലി രാജിവെച്ച് തിരിച്ച് നാട്ടിലോട്ട് വരികയായിരുന്നു അർച്ചന. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുമെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അർച്ചനയുടെ മനസ്സിലോട്ടൊരു പ്ലാൻ വരുന്നത്. അതായത് ഒരു ബ്യൂട്ടി പാർലർ ഓപ്പൺ ചെയ്യാം. അവരുടെ കയ്യിൽ കുറച്ച് സേവിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നും റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്നും ബാക്കി പൈസയും കാര്യങ്ങളൊക്കെ കടം വാങ്ങി ഭുവനേശ്വർ പോയിട്ട് ഒരു ബ്യൂട്ടി പാർലർ അവർ ഓപ്പൺ ചെയ്യുകയായിരുന്നു. ആദ്യം കസ്റ്റമേഴ്സൊക്കെ വളരെ കുറവായിരുന്നെന്നുണ്ടെങ്കിലും പിന്നീട് അർച്ചനയ്ക്ക് അത്യാവശ്യം കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അവരുടെ ബിസിനസ് ചെറിയ രീതിയിൽ പച്ചപിടിക്കാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് 2017 ജഗത് ബന്ധു എന്ന് പറയുന്ന ഒരാളെ അവർ പരിചയപ്പെടുന്നത്. 33 വയസ്സായിരുന്നു അയാളുടെ പ്രായം. ആളും ഭുവനേശ്വറിലോട്ട് ഒരു ജോലി അന്വേഷിച്ച് വന്നതായിരുന്നു. ആളുടെ ജോലി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് കാർ ഉണ്ടല്ലോ, അതിൻ്റെ സെയിൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്നും ഈ അർച്ചനയുടെ കട കഴിഞ്ഞിട്ട് വേണം ആളുടെ ഷോപ്പിലോട്ട് ആൾക്ക് എത്താനായിട്ട്. അതായത് ഡെയിലി ബ്യൂട്ടി പാർലറിൻ്റെ മുന്നിലൂടെ ആയിരുന്നു ഇയാൾ നടന്നു പോയിക്കൊണ്ടിരുന്നിരുന്നത്. അങ്ങനെയാണ് അർച്ചനയും ഈ ജഗബന്ധുവും തമ്മിൽ കാണുന്നത്. കുറച്ച് ദിവസം അവർ നേരിട്ട് കണ്ടു. അതിനുശേഷം അവർ സംസാരിച്ചു തുടങ്ങി. പിന്നീട് അവർ സൗഹൃദത്തിലാവുകയാണ്. പിന്നീട് ആ ഒരു സൗഹൃദം പ്രണയമായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ കുറച്ച് നാൾ കടന്നു പോയി. 2018 അവർ 2 പേരും വിവാഹം കഴിക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം അർച്ചന തൻ്റെ അമ്മയെ ഈ ഒരു ഭുവനേശ്വറിലോട്ട് കൊണ്ടുവന്നു. ഇവർ 2 പേരും കൂടെ ഒരു വീട് റെൻ്റ് എടുത്തു. അങ്ങനെ 3 പേരും അവിടെ താമസിക്കാനും തുടങ്ങി. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അർച്ചനയുടെ ബ്യൂട്ടി പാർലറിൽ നിന്നുള്ള വരുമാനമുണ്ട്. ഇയാൾക്കാണെന്നുണ്ടെങ്കിൽ ആ കാർ സെയിൽസിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഇവരുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാലും ഇവർക്ക് ആ കിട്ടുന്ന വരുമാനം പോരായിരുന്നു. അതായത് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പണിയെടുത്ത് കഴിഞ്ഞാൽ എന്നും ഇങ്ങനെ തന്നെ നിൽക്കണം, നമുക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യണം, എങ്ങനെയെങ്കിലും ഒരുപാടധികം പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത ഇവർക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ 2 പേരും തല പുകഞ്ഞ് ആലോചിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ജഗബന്ധുവിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ആൾക്ക് ഓൾറെഡി ഒരുപാടധികം ബിസിനസ്സുകാരായിട്ട് അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസിനൊക്കെ ആയിട്ട് കോൺടാക്റ്റ് ഉണ്ട്. കാരണം ഈ കാറിൻ്റെ സെയിൽസും പരിപാടിയൊക്കെ ആണല്ലോ ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് കോൺടാക്റ്റ് ഉണ്ട്. സോ ആ കോൺടാക്റ്റ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പരിപാടി നടക്കുമോ എന്നുള്ളത് കൂടെ ഇവർ 2 പേരും ചിന്തിക്കുകയാണ്. അങ്ങനെ ഇവർ 2 പേരും വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിലോട്ട് എത്തുകയായിരുന്നു. അതിനായിട്ട് അർച്ചന ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്യാന്നുള്ളതായിരുന്നു. അവർക്ക് ഡ്രസ്സും അതുപോലെ തന്നെ മേക്കപ്പും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അതിനുശേഷം അവരുടെ അടുത്ത് പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാ കാലത്തും നിങ്ങളിങ്ങനെ ദാരിദ്ര്യത്തിൽ കഴിയാനാണോ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് ആ ഒരു ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? ഞാൻ പറയുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാടധികം പൈസ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറി നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് എത്താനായിട്ട് സാധിക്കും.
അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടികളെ അവർ ബ്രെയിൻ വാഷ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം ആ പെൺകുട്ടികളെ പ്രോസ്റ്റിറ്റ്യൂഷനിലോട്ട് നയിക്കുകയും ചെയ്തു. അതായത് പിന്നീട് അവരവരുടെ ബ്യൂട്ടി പാർലറിൽ പിമ്പിങ്ങിൻ്റെ പരിപാടിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ ഒരുപാടധികം ക്ലയൻസും കാര്യങ്ങളൊക്കെ വന്നു. ഇവർക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വരുമാനം വരാനും തുടങ്ങി. എന്നാൽ ആ വരുമാനവും അവർക്ക് പോരായിരുന്നു. ഇനിയും വേണം, ഇനി എന്ത് ചെയ്യും എന്നുള്ളതായി അടുത്ത അവരുടെ ഒരു ചിന്ത. അങ്ങനെയാണ് അവർ വേറൊരു കാര്യം പ്ലാൻ ചെയ്യുന്നത്. അതായത് ഈ ജഗബന്ധുവിൻ്റെ കയ്യിൽ ഒരുപാടധികം റിച്ച് ആയിട്ടുള്ള ബിസിനസ്സുകാരുടെയും അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസിൻ്റെ ഒക്കെ കോണ്ടാക്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അവരും ഇതേപോലെ തന്നെ ഇവരുടെ ക്ലയൻസ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈം പീരീഡിൻ്റെ ഇടയിൽ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ ചില ദിവസങ്ങളിൽ ഇവർ വീട്ടിലോട്ട് ക്ഷണിക്കും, വീട്ടിൽ വെച്ചിട്ട് ഇവർക്ക് വിരുന്ന് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ പുതിയ പെൺകുട്ടികളുണ്ടെന്ന് പറഞ്ഞങ്ങായിട്ട് കുറച്ച് പെൺകുട്ടികളെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അവർ ചൂസ് ചെയ്യുന്ന ആ ഒരു പെൺകുട്ടിയുമായിട്ട് അന്ന് രാത്രി അവർ ഇൻറ്റിമേറ്റ് ആകുന്ന ആ ഒരു ടൈമിൽ ഇവർ സീക്രട്ടായിട്ട് ഫോട്ടോസ്, വീഡിയോസ് തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുത്തു വെക്കും. അതിനുശേഷം ഈ വന്ന വ്യക്തി പിന്നീട് തിരിച്ച് വീട്ടിലോട്ട് പോകും. 1-2 ദിവസം കഴിഞ്ഞിട്ട് ഇവർ കുറച്ച് സാമ്പിൾ ഫോട്ടോസും വീഡിയോസും അങ്ങനെ അയച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ഞങ്ങൾ ഇത് പുറത്ത് വിടരുത് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്ന പണം ഞങ്ങൾക്ക് തരണമെന്ന് പറയും. അപ്പോൾ വലിയ വലിയ ബിസിനസ്സുകാരും കാര്യങ്ങളൊക്കെയാണ്, അവർക്ക് അവരുടെ മാനവും അഭിമാനവും ഒക്കെയാണ് വലുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ചോദിക്കുന്ന പൈസ അങ്ങനെയുള്ള ആളുകൾ കൊടുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഏകദേശം ഒരു 4 വർഷത്തിൽ 30 കോടി രൂപയിലേറെ ഇവർ സമ്പാദിച്ചതായിട്ടാണ് പറയുന്നത്. ഇതുകൂടാതെ ഒരുപാടധികം കാറുകൾ, വലിയ ബംഗ്ലാവ്, അങ്ങനെ ചുരുക്കം പറയാന്നുണ്ടെങ്കിൽ ഒരുപാടധികം പൈസ ഈ ഒരു വഴിയിലൂടെ അവർ സമ്പാദിക്കുകയാണ്. ഇവരുടെ വിക്ടിംസ് വലിയ ബിസിനസ്സുകാരും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരൊക്കെ ആയതുകൊണ്ട് തന്നെ അവർ വലിയ ഇഷ്യൂ ആക്കിയൊന്നുമില്ല, പോലീസിൽ കംപ്ലൈൻ്റ് ഒന്നും ചെയ്തില്ല. ഇവർ ചോദിക്കുന്ന പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്ത് പോവുകയായിരുന്നു. എന്നാൽ അവിടം കൊണ്ടും അവർ നിർത്തിയില്ല. അതിനുശേഷം അവർ ചെയ്തിരുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളെ ട്രാപ്പിലാക്കുക എന്നുള്ളതായിരുന്നു. അതായത് അർച്ചന ഇതേപോലെ തന്നെ സ്ത്രീകളെയും മറ്റൊക്കെ പരിചയപ്പെടും. അതിനുശേഷം ഒരു ഡിന്നറിന് വേണ്ടിയിട്ട് അവരുടെ വീട്ടിലോട്ട് ക്ഷണിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ വീട്ടിലോട്ട് വരും. അതിനുശേഷം ഇവർ കൊടുക്കുന്ന ഡ്രിങ്കിൻ്റെ ഉള്ളിൽ മയക്കുമരുന്ന് കലർത്തിയിട്ട് കൊടുക്കും. അപ്പോൾ അവർ ഡ്രിങ്ക് കുടിച്ചതിന് ശേഷം ഇവരുടെ ബോധം പോകുന്ന ടൈമിൽ അവരുടെ നഗ്നമായിട്ടുള്ള ഫോട്ടോസും അതുപോലെ തന്നെ ഒരു പുരുഷൻ്റെ ഒപ്പം ഇൻറ്റിമേറ്റ് ആയിട്ടിരിക്കുന്ന രീതിയിലുള്ള വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവരെടുക്കും. അപ്പോൾ അതിനുശേഷം ഇവർ ബോധം വരുമല്ലോ, ഇവർക്ക് ബോധം വരുന്ന ടൈമിൽ ഈ ഫോട്ടോസും മറ്റുമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പറയും, ഞങ്ങൾ ചോദിക്കുന്ന പണം നിങ്ങൾ തന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോസും കാര്യങ്ങളൊന്നും പുറത്തു വിടില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ പുറത്തു വിടുമെന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തലായിരുന്നു പതിവ്. അതേപോലെ തന്നെ ഈ ഒരു സെയിം സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് ഒരുപാടധികം പെൺകുട്ടികളെ ഇവരുടെ വലയിൽ പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ളൊരു പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട്. അതായത് ഞങ്ങൾ പറയുന്നത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പുറത്തു വിടും, അപ്പോൾ ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടികളെ ട്രാപ്പ് ചെയ്യുന്ന രീതിയിലും ഇവർ ഒരുപാടധികം ചതിക്കണികൾ ഉണ്ടാക്കിയിട്ടുള്ളതായിട്ടും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ 2019 ഇവരുടെ ട്രാപ്പിൽ വീണ പെൺകുട്ടിയായിരുന്നു മഹിമ. അപ്പോൾ ഈ പെൺകുട്ടിയോട് സൗഹൃദം നടിച്ച് ആ കുട്ടിയും ഇതേപോലെ തന്നെ വീട്ടിലോട്ട് ക്ഷണിക്കുകയായിരുന്നു. വീട്ടിലെത്തി അതിനുശേഷം ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇതേപോലെ തന്നെ ഡ്രിങ്ക് കൊടുത്തു. ആ ഡ്രിങ്കിൻ്റെ ഉള്ളിൽ മയക്കുമരുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ പെൺകുട്ടി അത് കുടിക്കുകയാണ്. പിന്നീട് ബോധം പോയി. പിന്നെ ആ പെൺകുട്ടി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന ടൈമിൽ എന്തോ തനിക്ക് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ആ പെൺകുട്ടിക്ക് മനസ്സിലായി. നോക്കുമ്പോൾ തൻ്റെ ദേഹത്തൊന്നും ഡ്രസ്സില്ല, താനാണെന്നുണ്ടെങ്കിൽ ബെഡിൽ കിടക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഈ അർച്ചനയും തൻ്റെ ഹസ്ബൻഡും എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു എന്നുള്ളതാണ്. അതിനുശേഷം എല്ലാവരുടെ അടുത്തും കാണിക്കുന്നത് പോലെ തന്നെ ആ പെൺകുട്ടിയുടെ അടുത്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണിച്ചു കൊടുത്തു. ഈ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആകെപ്പാടെ തകർന്നു പോവുകയായിരുന്നു. അങ്ങനെ അവരുടെ കരങ്ങളിലോട്ട് ആ പെൺകുട്ടി വീഴുകയായിരുന്നു. അതിനുശേഷം അവർ പറയുന്നത് പോലെ ഒരുപാടധികം കാര്യങ്ങൾ ഈ പെൺകുട്ടി ചെയ്തിട്ടുള്ളതായിട്ടാണ് പറയുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള ഫ്രോഡ് പരിപാടികൾ കാണിച്ചിട്ട് ഒരുപാടധികം പൈസ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സമ്പാദിക്കുകയാണ്. 30 കോടിയിലേറെ വരുന്ന സമ്പാദ്യങ്ങൾ, അതായത് അതിൻ്റെ കൂടാതെ 3 കോടി രൂപ മേലെ വരുന്നൊരു വീട്, പിന്നെ ഒരുപാടധികം കാറുകൾ, പിന്നെ ഗോൾഡായിട്ടും പണമായിട്ടൊക്കെ വേറെ. ഇവർ ഇതൊക്കെ വൈറ്റാക്കാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ലീഗലായിട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കമ്പനി രജിസ്റ്റർ ചെയ്യായിരുന്നു. എന്നിട്ട് ആ ഒരു കമ്പനി ത്രൂ വരുന്ന പ്രോഫിറ്റാണിതെന്നുള്ളൊരു രീതിയിലായിരുന്നു ഇവരുടെ ട്രാൻസാക്ഷനും കാര്യങ്ങളെല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. അങ്ങനെ ഇരിക്കെ 2022 ഒരു പ്രൊഡ്യൂസറെ അർച്ചന പരിചയപ്പെടുന്നത്. അങ്ങനെ അയാളെയും വീട്ടിലോട്ട് വിളിച്ചു. അയാളും വീട്ടിലോട്ട് എത്തി. അതിനുശേഷം ഡിന്നറിൻ്റെ ആ ഒരു ടൈമിൽ ഇതേപോലെ തന്നെ മഹിമ അവിടെ ഉണ്ടായിരുന്നു. ആ മഹിമനെ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്തോളാനായിട്ട് പറയുകയാണ്. അങ്ങനെ അന്ന് രാത്രി അവർ തമ്മിലുള്ള ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള രംഗങ്ങളെല്ലാം തന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയായിരുന്നു. അതിനുശേഷം 10 കോടി രൂപ ചോദിച്ചുകൊണ്ട് അയാളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു.
അയാൾ ആ പൈസ കൊടുക്കാനായിട്ട് തയ്യാറായിരുന്നില്ല, മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കി. എന്നാൽ ഇവർ വിടുന്നൊരു ലക്ഷണം ഉണ്ടായിരുന്നില്ല. ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എന്തായാലും പബ്ലിക് ആക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അങ്ങനെയാണ് ഇയാൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുന്നത്. ഇയാൾ കംപ്ലൈൻറ്റ് കൊടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു അർച്ചനയുടെ മേൽ വേറൊരു കംപ്ലൈൻറ്റ് കൂടെ വരികയാണ്. അത് മഹിമ എന്ന് പറയുന്ന പെൺകുട്ടിയായിരുന്നു ആ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തത്. ഇതേപോലെ തന്നെ ഈ ഒരു ട്രാപ്പിൻ്റെ ഉള്ളിൽ പെടുത്തിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലൈൻറ്റ് ആയിരുന്നു അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഈ അർച്ചനയുടെയും ഹസ്ബൻഡിൻ്റെയും എതിരെ കുറച്ച് കംപ്ലൈൻറ്റ്സ് വന്നപ്പോൾ ഈ പോലീസുകാർ വളരെ സീക്രട്ടായിട്ട് അവരെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. ആ ഒരു ഇൻവെസ്റ്റിഗേഷനിലാണ് ഇവരുടെ രണ്ടുപേരുടെ മെയിൻ പരിപാടി പിമ്പിങ്, അതുപോലെ തന്നെ ആളെ പറ്റിക്കൽ, പിന്നെ പെൺകുട്ടികളെ ട്രാപ്പിലാക്കിയിട്ട് വ്യഭിചാരത്തിന് നിർബന്ധിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ ബിസിനസ് എന്നുള്ളത് പോലീസിന് മനസ്സിലാക്കുന്നത്. പോലീസുകാർ ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ ഒരുപാടധികം ആളുകളെ പറ്റിച്ചിട്ട് ഇവർ പൈസ തട്ടിയതിൻ്റെ തെളിവുകളൊക്കെ കിട്ടി. അങ്ങനെ അവരൊക്കെ കോൺടാക്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇവർ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് ഹണി ട്രാപ്പ് ചെയ്തിട്ടാണ് ഇത്രയധികം പൈസ തട്ടിയതെന്ന് പോലീസിന് മനസ്സിലാവുകയാണ്. പോലീസുകാർ നോക്കുമ്പോൾ 4 വർഷങ്ങൾക്ക് മുൻപ് വളരെ സാധാരണയായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു ഇവരുടേത്. 4 വർഷങ്ങൾക്കിപ്പുറം കോടികളായിരുന്നു അവർ സമ്പാദിച്ചിട്ടുണ്ടായത്. അങ്ങനെ ഇവർക്കെതിരെയുള്ള തെളിവുകളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കളക്ട് ചെയ്തു. ഇവരെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. കോർട്ടിലെത്തിയപ്പോൾ അർച്ചന പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്ങളെ ഇവർ ട്രാപ്പ് ചെയ്തതാണ്, അല്ലാണ്ട് ഞങ്ങൾക്കും ഇതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല, ഞങ്ങളിങ്ങനൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ ഈ ഒരു കേസിൽ നിരപരാധികളാണെന്നുള്ളൊരു സ്റ്റാൻഡിൽ അവർ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ ഈ അർച്ചനയുടെ ഫാദറിൻ്റെ പഴയ ഒരു ഫ്രണ്ടായിട്ടുള്ള ലിംഗരാജ് ആസാദ് എന്ന് പറയുന്ന ഒരാൾ ഒരു കാര്യം ഇതേപോലെ തന്നെ മീഡിയയുടെ അടുത്ത് പറയുകയുണ്ടായി. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അർച്ചനയുടെ ചെറുപ്പത്തിലെ, അതായത് കുട്ടിയായിരിക്കുന്ന സമയത്ത് അവരുടെ നാട്ടിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവരുടെ ലാൻഡ് വേറെ ഏതോ വലിയ ടീം വന്ന് ഇങ്ങനെ അക്വയർ ചെയ്യാനായിട്ട് നോക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പാവപ്പെട്ട എല്ലാ ആളുകളും കൂടെ പ്രൊട്ടസ്റ്റ് ചെയ്യാണ് ഉണ്ടായത്. എന്നാൽ എന്താ പറയുക, വലിയ പവറിൻ്റെയും അതുപോലെ തന്നെ പൈസയുടെ മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവർക്ക് അവരുടെ ലാൻഡ് വിട്ടുകൊടുക്കേണ്ടി വന്നു. എന്നാൽ അതിന് ശേഷവും പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്ന ആളുകളിൽ ഒരാളായിരുന്നു ഈ അർച്ചനയുടെ അച്ഛൻ. അർച്ചനക്ക് 4 വയസ്സ് പ്രായമുള്ള സമയത്ത് ഇതേപോലെ തന്നെ കുറച്ച് ഗുണ്ടകൾ വീട്ടിൽ വന്നതായിട്ടും അതുപോലെ തന്നെ ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തതായിട്ടും ഒക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഷോക്കിൽ നിന്ന് പിന്നീട് ആ പെൺകുട്ടി റിക്കവർ ആയില്ല എന്നും, അപ്പോൾ അതിൻ്റെ ഇടയിൽ അച്ഛൻ മരിക്കുകയും ചെയ്തു. അപ്പോൾ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, ഏത് മാർഗത്തിലൂടെയും പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത വളരെ ചെറുപ്പത്തിൽ ആ ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ടാണ് ആ പെൺകുട്ടി ഇത്തരത്തിലുള്ള കൃത്യങ്ങളെല്ലാം തന്നെ ചെയ്തതെന്നാണ് ഇയാൾ ഇതേപോലെ തന്നെ മീഡിയയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ ഈ ഒരു കേസിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ബെയിൽ ലഭിക്കുകയും ചെയ്തു, ഇവർ പുറത്തിറങ്ങുകയും ചെയ്തു കേട്ടോ. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.